അറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നിധിയുടെ ആ ഒരു ഇൻ്റർവ്യൂ സെലക്ട് ആയതോടുകൂടി തന്നെ രണ്ടാം ഘട്ട ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് നിധി തയ്യാറെടുക്കുകയാണ്. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരിക്കും. അവൾക്ക് ഇൻ്റർവ്യൂ ഉണ്ട്. സുഭാഷും സുധീഷും കൂടിയാണ് അവളെ ഇൻ്റർവ്യൂവിന് കൂട്ടിക്കൊണ്ടു പോകുന്നത്. സുഭാഷ് അവളെ വിട്ടിട്ട് തിരികെ പോകുന്നെങ്കിലും സുധീഷിനെ അവിടെ നിൽക്കാൻ വയ്യാതെയായി. നിധി എത്ര പറഞ്ഞിട്ടും അവൻ അവിടെ തന്നെ കാത്തു നിന്നു. അതേസമയം സുനന്ദ സുഭാഷിനെ ഒന്ന് കാണാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. പോകുന്നതിന് മുൻപേ തന്നെ ഒന്ന് യാത്ര പറയണ്ടേ. ഇതറിഞ്ഞ ലളിത ആകെ ബഹളമുണ്ടാക്കി. അങ്ങോട്ടേക്ക് നീ പോവണ്ട എന്നൊക്കെ പറഞ്ഞ് ശാഠ്യം പിടിച്ചു. പക്ഷേ സുനന്ദ അശ്വിൻ്റെ പെർമിഷൻ വാങ്ങി. ഭർത്താവ് പറഞ്ഞാൽ പിന്നെ അതിന് അപ്പീലില്ലല്ലോ. ഇനിയിപ്പോൾ ഭർത്താവല്ലേ തൻ്റെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത്, അല്ലാതെ അച്ഛനും അമ്മയൊന്നും അല്ലല്ലോ. പോരാത്തതിന് ലളിതയ്ക്കും തനയനൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. അശ്വിൻ ഇനിയിപ്പോൾ സുനന്ദയുടെയും സുഭാഷിൻ്റെയും പഴയ കാര്യങ്ങളൊക്കെ അറിയുമോ എന്ന്. ഇതേ സമയത്ത് അങ്ങോട്ടേക്ക് പോകണമെന്ന് സുനന്ദ പറയും. ഒടുവിൽ അശ്വിൻ അത് സമ്മതിച്ചു കഴിഞ്ഞപ്പോൾ വല്ലാത്ത ടെൻഷനാവട്ടോ ലളിതയ്ക്ക്. ലളിത പോവേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സുനന്ദയെ കുറേയധികം ചീത്ത പറയും. പക്ഷേ സുനന്ദ അതൊന്നും തന്നെ മൈൻഡ് ചെയ്യുന്നില്ല. എന്തൊക്കെ തന്നെ വന്നാലും താൻ സുഭാഷിനെ കാണും. ഈ യാത്ര പറയണമെന്ന ഒരേ ഒരു നിർബന്ധത്തിലാണ് പിന്നീട് ലളിതയോട് പറഞ്ഞ് എൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് അശ്വിനാണ്, അല്ലാതെ അമ്മയല്ല എന്ന് പറയും. അമ്മ കാരണം എനിക്ക് നല്ലൊരു ജീവിതം നഷ്ടപ്പെട്ടു. എല്ലാവരും കൂടി എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. ഇനി ഞാൻ അങ്ങോട്ടേക്ക് പോയത് കൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. എൻ്റെ ജീവിതം ഇതോടെ തന്നെ തീർന്നു എന്ന് ഞാൻ കൂട്ടിക്കഴിഞ്ഞു. അല്ലെങ്കിലും ഇനിയിപ്പോൾ ഞാൻ അവിടെ ചെന്നാലും ഒന്നും സംഭവിക്കില്ല. കാരണം ഇതിനു മുൻപ് ഞാൻ അവിടെ ചെന്നപ്പോൾ സുഭാഷ് ഏട്ടന് വേണമെങ്കിൽ എൻ്റെ കഴുത്തിൽ താലി ചാർത്താമായിരുന്നു. പക്ഷേ സുഭാഷ് അന്ന് അങ്ങനെയൊന്നും ചെയ്തില്ല. ഇനി കഴുത്തിൽ താലിയിട്ടുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ലല്ലോ. ആ കാര്യത്തിൽ അമ്മ പേടിക്കണ്ട. പോകുന്ന പോലെ തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുമെന്നും പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ സുനന്ദ അങ്ങോട്ടേക്ക് പോകുന്നത്. ഇതേ സമയത്ത് നിധിയാണെങ്കിൽ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് റിസൾട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരമായിരിക്കും നിധിയുടെ പേര് വിളിക്കുന്നത്. നിധിയെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങൾ സെലക്ട് ആയിട്ടുണ്ട് എന്ന്. നിങ്ങളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. നാളെ ഇനിയിപ്പോൾ ഒരു HR മീറ്റിങ്ങും കൂടി കാണും. അത് ഫൈനലാണ്. അപ്പോൾ നാളെ 10 മണിക്ക് ഹാജരാവണമെന്നൊക്കെ പറയും. ഇതൊക്കെ കേട്ടപ്പോൾ നിധിക്ക് ഭയങ്കര സന്തോഷമായി. നിധിയോടൊപ്പം തന്നെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് വേറൊരാളും കൂടി ഉണ്ടായിരുന്നു. അവരെയും സെലക്ട് ചെയ്തു. അങ്ങനെ 2 പേരെ മാത്രമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്നും അവർ 2 പേരെ മാത്രമായിരിക്കട്ടെ സെലക്ട് ചെയ്തേക്കുന്നത്. അങ്ങനെ സന്തോഷത്തോടു കൂടി തന്നെ നിധി പുറത്തേക്ക് വന്നു. അങ്ങനെ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് നിധി പുറത്തേക്ക് വന്നു. എന്നിട്ട് സുധീഷിനെ നോക്കുകയാണ്. സുധീഷിനോട് പോയിക്കൊള്ളാനൊക്കെ പറഞ്ഞതാണെങ്കിൽ പോലും അവിടെ വന്നിട്ട് നിധി ഇങ്ങനെ സുധീഷിനെ തിരക്കുന്നുണ്ട്. സുധീഷ് സാധാരണ കാർ ഇടുന്ന സ്ഥലത്തൊന്നല്ല ഇട്ടിരിക്കുന്നത്. സുധീഷ് കുറച്ച് അവിടെ നിന്നും മാറ്റിയിട്ട് കൊണ്ടായിരിക്കും കാർ ഇട്ടിരിക്കുന്നത്. പിന്നീട് സുധീഷ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ നിധി അവിടെ വന്ന് തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടു. ഓഹോ, പോയിക്കൊള്ളാനൊക്കെ പറഞ്ഞിട്ട് ഇപ്പം താൻ എന്നെ അന്വേഷിക്കുകയാണോ, കൊള്ളാമെന്നൊക്കെ പറയും. പിന്നീട് നിധി ഫോൺ ചെയ്യാണ് സുധീഷിനെ. അപ്പോഴേക്കും സുധീഷ് ആ ഒരു കോൾ അറ്റൻഡ് ചെയ്തു. എന്താ എന്ന് നിധി ചോദിച്ചപ്പോൾ അല്ല ഇതെവിടെയാണെന്ന് ചോദിക്കും. ഞാൻ ഇവിടെ തന്നെയുണ്ട്, ഇപ്പം അങ്ങോട്ടേക്ക് വരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ കാർ എടുത്തിട്ട് നേരെ നിധിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. നിധിക്കപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ സുധീഷ് അവിടെ നിന്നും ഇറങ്ങിയിട്ട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയായി കാര്യങ്ങളൊക്കെ എന്ന്. അതൊക്കെ ഞാൻ പറയാം. ഓ, ഇത്രയും നേരം ആകെ ടെൻഷനായിരുന്നല്ലോ. ടെൻഷനോ? അതേന്നേ, മുൻപ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയ ആൾ പറഞ്ഞു ഭയങ്കര ടഫാണെന്ന്. ആ ഒരു ഭയമുണ്ടായിരുന്നു. പിന്നെ രണ്ടും കൽപ്പിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് കയറി പോയത്. വരുന്നിടത്ത് വെച്ച് കാണാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ. കാരണം എൻ്റെ നാട്ടിലെ സാധാരണ ഒരു സ്കൂളിലല്ലേ ഞാൻ പഠിച്ചത്. അപ്പോൾ ഇത്രയും വലിയൊരു കമ്പനിയിൽ കയറുക എന്ന് പറഞ്ഞാൽ എന്താണെങ്കിലും ദേ എന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട് എന്നും പറയും. അപ്പോൾ ഓഹോ, അപ്പോൾ കിട്ടിയ സംഭവം ഓക്കെ ആയോ, ജോലിയൊക്കെ ഓക്കെ ആയോ എന്ന് സുധീഷ് ചോദിച്ചപ്പോൾ ഓക്കെ ആയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഒരു HR മീറ്റിംഗ് കൂടിയുണ്ട്, അതാണ് ഫൈനൽ. ആ ഒരു HR റൗണ്ടും കൂടി കഴിഞ്ഞാൽ സംഭവം ഓക്കെ ആവുമെന്ന് പറയാണ് നിധി. പിന്നെ അതിനെക്കുറിച്ചിട്ടൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് സാലറിയെക്കുറിച്ചും ബാക്കി കാര്യങ്ങളൊക്കെ പറയാനാണ്. അതോടൊപ്പം തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ചൊക്കെ പറയുമായിരിക്കും. നാളത്തെ റൗണ്ട് അതിന് വേണ്ടിയിട്ടുള്ളതാണെന്നൊക്കെ പറയും. അതെന്തായാലും ഓക്കെ ആയിരിക്കുമെന്ന് പറയുമ്പോൾ സുധീഷിന് ഭയങ്കര സന്തോഷമാവുകയാണ്. സുധീഷ് അങ്ങനെ കൺഗ്രാറ്റ്സൊക്കെ പറഞ്ഞ് നിധിയുടെ കൈയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ വിഷ് ചെയ്യാണ്. അതിനുശേഷം അവളെ ചേർത്ത് പിടിച്ചിട്ട് അവൾ ഇന്ന് ഹഗ് ചെയ്യാൻ നോക്കായിരിക്കും സുധീഷ്. ഒരു നിമിഷം നിധി പെട്ടെന്ന് അങ്ങോട്ടേക്ക് തട്ടി മാറ്റി. അന്നേരം സുധീഷ് ചോദിക്കുന്നുണ്ട്, ഇതെന്താ നിധി, ഒന്ന് ഹഗ് ചെയ്യാൻ വന്നപ്പോഴേക്കും നീ മാറി നിന്നത് എന്ന്. അല്ല അത് പിന്നെ ഞാൻ ഹഗ് ചെയ്യാൻ വേണ്ടുന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിക്കും. എൻ്റെ പൊന്നോ, ഇന്നത്തെ കാലത്ത് ഇതൊക്കെ സർവ്വസാധാരണമാണ്. കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ പോലും ഇന്നത്തെ കാലത്ത് ഹഗ് ചെയ്യും. ഒരു സന്തോഷം വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഇത്ര വലിയ കഥയൊന്നുമില്ല.
ഇപ്പം ഞാൻ ആരെങ്കിലും ലേഡീസിനൊക്കെ ആണെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുപോയി വിട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഡ്രൈവിംഗ് ആണെങ്കിൽ ഇറങ്ങാൻ നേരം താങ്ക്സ് ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരു ഹഗ്ഗൊക്കെ ചെയ്തിട്ട് പോവും. അതിന് വേറൊരു അർത്ഥവുമില്ല, നമ്മളത് ഫ്രണ്ട്സൊക്കെ ഹഗ്ഗ് ചെയ്യുന്നതാണ്. ഓ, അപ്പോൾ ഫ്രണ്ടായിട്ട് പോലും എന്നെ കൂട്ടിയിട്ടില്ലല്ലേ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ നിധി പറയുന്നുണ്ട്, അത് പിന്നെ ഞാനോ? എന്നാ വേണ്ട. അപ്പോഴേക്കും നിധി പറഞ്ഞു ഹഗ്ഗ് ചെയ്തോളാൻ. അങ്ങനെ സുധീഷ് ഒന്ന് ഹഗ്ഗ് ചെയ്യാണ് നിധിയെ. സുധീഷിന് ഭയങ്കര സന്തോഷം. ശരിക്കും ലോകം പിടിച്ചെടുക്കിയ ആ ഒരു മട്ടായിരിക്കട്ടെ സുധീഷിന്. ആദ്യമായിട്ടാണ് സുധീഷ് നിധിയെ ഒന്ന് ഹഗ്ഗ് ചെയ്യുന്നത്. പിന്നീട് നിധിയോട് കാറിലേക്ക് കയറാൻ പറഞ്ഞു. നിധി പോയി കാറിൽ കയറിയ സമയത്തിന് സുധീഷ് അവിടെ ഇങ്ങനെ തുള്ളിച്ചാടുകയാണ്. ഓ എൻ്റെ ദൈവമേ, കുളിര് കോരി. അവൾ ഇന്ന് ഹഗ്ഗ് ചെയ്തപ്പോഴേക്കും മനസ്സിലങ്ങനെ കുളിര് കോരി എന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷ് ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിലായിരിക്കും. ഇങ്ങനൊരു ചാൻസ് എൻ്റെ പൊന്നോ അടുത്ത കാലത്തൊന്നും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതല്ല. ദൈവമായിട്ടാണ് ഇങ്ങനൊരു ചാൻസ് തന്നത് എന്ന് സന്തോഷം അടക്കാൻ പറ്റുന്നില്ല കേട്ടോ സുധീഷിനെ. ആ സമയത്ത് തന്നെ സുഭാഷിൻ്റെ ഫോണിലേക്ക് ഒരു ഫ്രണ്ട് വിളിക്കുന്നുണ്ട്. സുഭാഷേ, നീ ഇതെവിടെയാ? സൈറ്റിലേക്ക് വരുന്നില്ലേ? ആ വരണം, ഞാൻ ശരി ഇപ്പം തന്നെ വരാമെന്നും പറയും. പെട്ടെന്ന് തന്നെ സുഭാഷ് പോയിട്ട് പാത്രത്തിനകത്ത് കുറച്ച് ചോറും കറിയുമൊക്കെ എടുക്കുകയാണ്. ഇനിയിപ്പോൾ അവിടെ പോയി കഴിക്കണമല്ലോ. ആ സമയത്ത് തന്നെ ആ കറി എടുത്തു കഴിഞ്ഞപ്പോൾ സുഭാഷിൻ്റെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞു വന്നു. സുനന്ദയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയായിരുന്നു അത്. ഈ കറി ഉണ്ടാക്കുന്ന സമയത്ത് സുനന്ദ ഓടി വരും. അവൾ അടുക്കളപ്പുറത്തൂടെ ഓടി വരും. എന്നിട്ട് സുഭാഷേട്ടാ എന്ന് പറഞ്ഞ് വിളിക്കും. വിളിച്ചിട്ട് ഇത്തിരി കറി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ദേ ഇതും എനിക്ക് കുറച്ച് വേണമെന്ന് പറയും. എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന കറി ഒന്നിനും കൊള്ളത്തില്ല, വായ വെക്കാൻ പോലും കൊള്ളത്തില്ല. അപ്പോൾ സുഭാഷേട്ടൻ എത്ര രുചിയോടു കൂടിയാണ് ഈ കറി ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറയും. അതൊക്കെ ഓർത്തപ്പോൾ വലിയ ബുദ്ധിമുട്ട് തോന്നാണ് സുഭാഷിന്. അപ്പോഴാണ് സുഭാഷേട്ടാവുന്നൊരു വിളി കേൾക്കുന്നത്. സുഭാഷിന് തോന്നിയത് ഇത് ശരിക്കും തനിക്ക് തോന്നിയതായിരിക്കുമെന്നാണ്. സുനന്ദയെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് വീണ്ടും ആ ഒരു വിളി തന്നെ കേട്ടു. നോക്കിക്കഴിഞ്ഞപ്പോൾ അടുക്കള പുറത്തുതാ സുനന്ദ വന്ന് നിൽക്കുന്നു. സുഭാഷിന് അത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. സുനന്ദ പെട്ടെന്ന് അങ്ങോട്ടേക്ക് കയറി വന്നു. സുഭാഷ് ചോദിക്കുന്നുണ്ട്, അല്ല ഇതെന്താ സുനന്ദേ, നീ ഇത് തനിച്ചാണോ എന്ന്? അല്ല, നിന്റെ കൂടെ ആരുമില്ലേ എന്ന് ചോദിക്കും. പോയി അടുക്കളപ്പുറത്ത് പോയി നോക്ക്, ആരുമില്ല എന്ന് അവൾ പറഞ്ഞു. അല്ല, നീ ഇങ്ങോട്ടേക്ക് വന്നത് നിന്റെ അമ്മ കണ്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ കണ്ടു, എന്നിട്ട് തടഞ്ഞില്ലേ എന്ന് ചോദിച്ചു. തടഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, ഞാൻ അശ്വിൻ പറഞ്ഞിട്ടാണ് വന്നത് എന്ന് പറയും. അശ്വിനോ? അതെ, എൻ്റെ ഭർത്താവിൻ്റെ പേര് അശ്വിൻ എന്നാണ്. അശ്വിൻ എന്നോട് പോയിക്കോളാൻ പറഞ്ഞു. പോകുന്നതിന് മുൻപ് തന്നെ എല്ലാവരോടും യാത്ര പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അശ്വിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അശ്വിൻ പോയിക്കോളാൻ പറഞ്ഞു. അമ്മ തടഞ്ഞു, പക്ഷേ ഞാൻ അതൊന്നും വകവെച്ചില്ല എന്ന് പറയും. അന്നേരം സുഭാഷ് പറഞ്ഞിട്ട് അത് വേണമായിരുന്നു എന്ന്. വേണം സുഭാഷേട്ടാ, ഇനിയിപ്പോൾ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ എന്ന് കാണാൻ പറ്റും? എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഇട്ടേച്ച് പോരാനൊക്കെ പറ്റുമോ? എൻ്റെ മനസ്സ് നിറയെ സുഭാഷേട്ടനാണെന്ന് പറയും. സുഭാഷിൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരികയാണ് സുനന്ദയുടെ വാക്ക് കേട്ടിട്ട്. ഈ സമയത്തായിരിക്കും നികേഷ് വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് തന്നെ സുഭാഷും സുനന്ദയും കൂടെ അവിടെ നിൽക്കുന്നത് കണ്ടു. ഒരു നിമിഷം നികേഷ് അങ്ങ് പകച്ചുപോയി. കല്യാണം കഴിഞ്ഞിട്ട് വീണ്ടും എന്തിനാണ് സുനന്ദ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചിന്തിക്കുകയാണ് അവന്. ഇനിയിപ്പോൾ പ്രശ്നമാവോ? ആകപ്പാടെ പേടിയായി. സുനന്ദയും സുഭാഷും കൂടി സംസാരിക്കുന്നത് കണ്ടപ്പോൾ നികേഷ് അങ്ങ് തെറ്റിദ്ധരിച്ചു. ഇനിയിപ്പോൾ സുഭാഷ് ഏട്ടനോടൊപ്പം ജീവിക്കാനെങ്ങാനും സുനന്ദ വന്നതാണോ? കെട്ടിയ പുരുഷനെ വേണ്ട എന്ന് വെച്ചിട്ട് താലി അറുത്തു മാറ്റിയിട്ട് ഇവൾ വന്നതാണോ എന്ന് നികേഷ് ചിന്തിച്ചു. നികേഷ് തന്നെ പെട്ടെന്ന് സുധീഷിനെ വിളിക്കുകയാണ്. ഈ സമയം നിധിയും സുധീഷും കൂടി സന്തോഷത്തോടു കൂടെ തന്നെ വീട്ടിലേക്ക് കയറി വരുന്ന സമയമായിരിക്കും അത്. അപ്പോഴാണ് നികേഷിൻ്റെ കോൾ ചെല്ലുന്നത്. എന്താടാ എന്ന് സുധീഷ് ചോദിച്ചു. സുധീഷേ, നീ ഇത് എവിടെയാ? ഞാൻ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നിധിയെ ഇൻ്റർവ്യൂവിന് കൊണ്ടുപോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. എന്നാ പിന്നെ പെട്ടെന്ന് വാ. എന്താ കാര്യം? ആ സുനന്ദ ഇവിടെ വന്നിട്ടുണ്ട്. എന്ത് സുനന്ദയോ? അവൾ എന്തിനാ വന്നതെന്ന് ചോദിക്കുകയാണ് സുഭാഷ്. എന്തിനാണെന്നൊന്നും എനിക്കറിയില്ല, സുഭാഷ് ഏട്ടനുമായിട്ട് ഇവിടെ സംസാരിക്കുന്നത് കണ്ടു. എടാ, അതിനവൾ കല്യാണം കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരേണ്ട കാര്യമുണ്ടോ? കല്യാണം കഴിഞ്ഞത് അവൾക്ക് അവളുടെ വഴിയെ പോയാൽ പോരെ? അതാണ് എനിക്കും അറിയാത്തത്. അപ്പോഴേക്കും നിധി പറയുന്നത് ചിലപ്പോൾ വല്ല യാത്ര പറയാനും വന്നതായിരിക്കുമെന്ന്. പിന്നെ യാത്ര പറയാനായിട്ട് ശരി ശരി, ഞാൻ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരാമെന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. പിന്നീട് ഹരീഷിനെ വിളിക്കുകയാണ് നികേഷ്. ഹരീഷേട്ടൻ വർക്ക്ഷോപ്പിലാണോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഹരീഷേട്ടൻ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വായോ എന്ന് പറയാണ്. എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോൾ ഹരീഷേട്ടൻ പെട്ടെന്ന് വാ എന്ന് പറയും. ശരി എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ടിയാണ്. പിന്നീട് നികേഷ് ഇങ്ങനെ കാർത്തു നിൽക്കുമായിരിക്കും പുറത്ത് തന്നെ, അകത്തേക്ക് പോലും കയറാതെ. ആ സമയത്ത് തന്നെ സുനന്ദ സുഭാഷിനോട് പറയുന്നുണ്ട്, സുഭാഷേട്ടൻ പെട്ടെന്ന് തന്നെ ഒരു കല്യാണം കഴിക്കണം, നല്ലൊരു പെൺകുട്ടിയെ, എന്നേക്കാൾ നല്ലൊരു പെൺകുട്ടിയെ തന്നെ സുഭാഷേട്ടൻ കല്യാണം കഴിക്കണമെന്ന് പറയും. അത് കേട്ടപ്പോൾ സുഭാഷ് ഒന്നും മിണ്ടാതെ ശരിയെന്ന് പറഞ്ഞ് സമ്മതിക്കും. എനിക്കറിയാം സുഭാഷേട്ടൻ്റെ മനസ്സ് എന്താണെന്ന്. എന്ത് ചെയ്യാനാ സുഭാഷേട്ടാ, നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മൾ തമ്മിൽ ഒന്നിക്കാനൊന്നും വിധിയില്ല. സുഭാഷേട്ടനെ പോലെ നല്ലൊരു ചെറുപ്പക്കാരനെ എൻ്റെ ജീവിതത്തിൽ ഭർത്താവായി കിട്ടാൻ ഞാൻ ഒത്തിരിയധികം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ അതൊരിക്കലും നടക്കില്ലല്ലോ. കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടാനേ എനിക്ക് പറ്റത്തുള്ളൂ. അതെല്ലാം കേട്ട് സുഭാഷിന് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. പിന്നീട് സുനന്ദ പറയുന്നുണ്ട്, പോട്ടെ,
ഞങ്ങളിപ്പോൾ തന്നെ പോവും. അതിനു മുൻപ് സുഭാഷ് ഏട്ടനെ കണ്ട് ഒന്ന് യാത്ര പറയാൻ വന്നതാണെന്ന് പറയും. പിന്നീട് പോവാൻ നേരം ഒന്നുകൂടെ തിരിഞ്ഞുകൊണ്ട് തന്നെ സുനന്ദ പറയുന്നുണ്ട്, അല്ല ഞാനൊരു കാര്യം ചോദിച്ചാൽ സുഭാഷ് ഏട്ടൻ അത് അംഗീകരിക്കുമോ എന്ന്. എന്താ കാര്യമെന്ന് ചോദിക്കുകയാണ് സുഭാഷ്. അല്ല അത് പിന്നെ എന്താ, ഞാൻ അദ്ദേഹത്തെയും കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്കൊന്ന് വന്നോട്ടെ എന്ന് ചോദിക്കുകയാണ്. അശ്വിനെയോ? അതെ, സുഭാഷ് ഏട്ടനെയും വീടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് വന്നോട്ടെ. എനിക്കെന്തോ അത് കേട്ടപ്പോൾ സുഭാഷ് ചോദിക്കുന്നുണ്ട്, അത് വേണോ, പുള്ളിക്കാരന് ഇതൊക്കെ ഇഷ്ടപ്പെടുമെന്ന്. ഞാൻ പറയാം, പുള്ളിക്കാരന് അങ്ങനെ സമ്മതക്കുറവൊന്നും ഉണ്ടാവില്ല എന്ന് പറയണേ. അങ്ങനെ ഞാൻ വന്നോട്ടെ എന്ന് ചോദിക്കാണ് സുനന്ദ. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, ശരി നിങ്ങൾ രണ്ടുപേരും ഇങ്ങ് പോരെ, വൈകുന്നേരം പോരെ, ഞാനൊരു വിരുന്ന് തന്നെ ഒരുക്കി വെച്ചേക്കാമെന്നും പറയും. അങ്ങനെ സുനന്ദ വളരെയധികം സന്തോഷത്തോടു കൂടെ ആയിരിക്കട്ടെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നതിന് മുൻപ് തന്നെ സുഭാഷിനോട് പറയുന്നുണ്ട്, എന്നെ കൊണ്ട് മറക്കാൻ പറ്റില്ല എന്നൊക്കെ. സുഭാഷ് ഏട്ടനെ ഈ ജന്മത്തിൽ ഞാൻ ഒരിക്കലും മറക്കില്ല. ഈ സമയത്തായിരിക്കും നികേഷ് ആകെ അസ്വസ്ഥനായി തന്നെ പുറത്തു നിൽക്കുന്നത്. അടുക്കള പുറം വഴി തന്നെ സുനന്ദ അവിടെ നിന്നങ്ങ് പോയി. അപ്പോഴായിരിക്കും സുധീഷൊക്കെ അങ്ങോട്ടേക്ക് വരുന്നത്. സുധീഷ് വന്നിറങ്ങിക്കൊണ്ട് നികേഷിനോട് ചോദിക്കുന്നുണ്ട്, എവിടെയുണ്ടടാ അവരെ എന്ന്. അകത്തിന്ന് സംസാരിക്കുന്നത് കണ്ടു എന്ന് അവൻ പറയും. അന്നേരം ഹരീഷും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അവരൊക്കെ കൂടി ആലോചിക്കുകയാണ് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന്. ഒരു പക്ഷേ സുനന്ദ എന്തിനായിരിക്കും വന്നത് എന്നൊന്നും അവർക്കറിയില്ലല്ലോ. ഇനിയിപ്പോൾ സുഭാഷ് ഏട്ടനെ മതിയെന്ന് പറഞ്ഞ് വന്നതായിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ അവരുടെ മനസ്സൊക്കെ ആകെ അസ്വസ്ഥമായിരുന്നു. സുനന്ദ അശ്വിനെയും കൂട്ടി സുഭാഷിൻ്റെ വീട്ടിലേക്ക് എത്തുന്ന ആ ഒരു വൈകുന്നേരം വല്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു ആ വീട്ടിൽ. സുഭാഷ് പറഞ്ഞതുപോലെ തന്നെ ഒരു ചെറിയ വിരുന്ന് അവിടെ ഒരുക്കിയിരുന്നു. അശ്വിൻ വന്നപ്പോൾ എല്ലാവർക്കും ഒരു അമ്പരപ്പായിരുന്നു. കാരണം സുനന്ദയുടെ പഴയ കാമുകൻ്റെ വീട്ടിലേക്ക് വരാൻ കാണിച്ച ആ ഒരു മനസ്സ് ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. എന്നാൽ അശ്വിൻ വളരെ മാന്യമായിട്ടാണ് എല്ലാവരോടും പെരുമാറിയത്. സുഭാഷിൻ്റെ കൈപിടിച്ച് അശ്വിൻ പറയുന്നുണ്ട്, സുനന്ദ എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെപ്പോലൊരു സുഹൃത്തിനെ അവൾക്ക് കിട്ടിയത് അവളുടെ ഭാഗ്യമാണെന്ന്. ആ വാക്ക് കേട്ടപ്പോൾ സുഭാഷിൻ്റെ ഉള്ളിലൊരു ഭാരം പകുതിയും അങ്ങ് ഒഴിഞ്ഞുപോയി. നിധിയും സുധീഷും ആ ഒരു കാഴ്ച കണ്ടു നിൽക്കുമ്പോൾ അവരുടെ ഉള്ളിലും പുതിയ പ്രതീക്ഷയുണ്ടായിരുന്നു. സുനന്ദ തൻ്റെ ജീവിതത്തിൽ സന്തോഷവതിയാണെന്ന് സുഭാഷിന് ബോധ്യപ്പെട്ടു. വരുന്നതിനിടയിൽ സുധീഷ് നിധിയെ നോക്കിയിട്ടൊന്ന് കണ്ണിറുക്കി. എന്നിട്ട് മെല്ലെ അവളുടെ അരികിലേക്ക് ചെന്ന് ചോദിച്ചു, നമ്മുടെ വിരുന്ന് ഇനി എന്നുണ്ടാവും നിധി? നിധി നാണത്തോടെ ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറയുന്നത്, നാളത്തെ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വരട്ടെ സുധീഷേട്ടാ, എന്നിട്ടാവാം ബാക്കി കാര്യങ്ങളെ എന്നൊക്കെ. അന്ന് രാത്രി എല്ലാവരും പിരിഞ്ഞു പോകുമ്പോൾ സുഭാഷ് തൻ്റെ ഡയറിയിൽ ഇങ്ങനെ ഒന്ന് കുറിച്ചു വെച്ചു, ചില ബന്ധങ്ങൾ ഒന്നിക്കാനുള്ളതല്ല, മറിച്ച് മറ്റുള്ളവരെ സന്തോഷത്തിൽ പങ്കുചേരാനുള്ളതാണ്. സുനന്ദയും അശ്വിനും കാറിൽ കയറി പോകുമ്പോൾ സുനന്ദ ഒരു വട്ടം കൂടി ആ ഒരു പഴയ വീടിനെ നോക്കി. അവളുടെ കണ്ണിൽ പഴയ സങ്കടമായിരുന്നില്ല, മറിച്ച് സമാധാനമായിരുന്നു. സുധീഷ് അപ്പോഴും തൻ്റെ ഫോണിൽ നിധിയുടെ ഫോട്ടോ നോക്കി പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം നിധിക്ക് ജോലി ലഭിച്ചുവെന്ന ആ ഒരു വാർത്ത എത്തിയതോടുകൂടി തന്നെ ആ വീട്ടിൽ വീണ്ടും ആഘോഷമായി. സുധീഷ് വിചാരിച്ചതുപോലെ തന്നെ അവരുടെ ജീവിതത്തിലും ഒരു പുതിയ അധ്യായം തുടങ്ങുകയായിരുന്നു. തടസ്സങ്ങളും സങ്കടങ്ങളും എല്ലാം മാറി എല്ലാവരും അവരുടെ പുതിയ ജീവിതത്തിലേക്ക് സന്തോഷത്തോടു കൂടി തന്നെ ചുവടുവെച്ചു. വിധിയുടെ കളികൾ ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിലും ഒടുവിൽ എല്ലാവരും അർഹിച്ച സന്തോഷം തന്നെ ദൈവം കാത്തുവെച്ചു. ഇനി വരും ദിവസങ്ങളിൽ സുധീഷിൻ്റെയും നിധിയുടെയും അടിപൊളി ത്രില്ലിംഗ് ക്ലൈമാക്സ് തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.